ഇറാന്റെ ആക്രമണത്തിൽ UAE-യിൽ ഒരാൾ കൊല്ലപ്പെട്ടു. അൽ ബർഷയിൽ കാർ ഓടിച്ചുകൊണ്ടിരുന്ന പാകിസ്ഥാൻ സ്വദേശിയാണ് മരിച്ചത്. മിസൈലുകളുടെ ഭാഗം പതിച്ചാണ് അപകടമുണ്ടായത്. മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട് ദുബൈയിൽ നിന്ന് വിവരങ്ങളുമായി. റഹീസ്, ഇന്നലെ ഇറാൻ പ്രസിഡന്റിന്റെ പ്രതികരണം വന്നതോടുകൂടി, ക്ഷമാപണ പോസ്റ്റ് പ്രതികരണം വന്നതോടുകൂടി ഗൾഫിലടക്കം വലിയ ആശ്വാസമായിരുന്നു. ഇന്നത് തിരുത്തുന്നുമുണ്ട് ഇറാന്റെ ഭരണകർത്തൃത്വത്തിൽ തന്നെ ഇക്കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ടെന്നതും പുറത്തു വരുന്നു. ഈ അപകടം എപ്പോഴാണ് ഉണ്ടായത്? നിർവീര്യമാക്കപ്പെട്ട മിസൈലാണോ ഈ ആളുടെ ജീവനെടുത്തത്? ഗൂഗിൾ നിലവിൽ ഈ നിർവീര്യമാക്കപ്പെട്ട ഇത്തരത്തിൽ ഒരു മിസൈലോ ഡ്രോണോ പതിച്ച് ഈ കാറിന് മുകളിലേക്ക് പതിച്ചാണ് അപകടമുണ്ടായത്. തുടർന്ന് ഇദ്ദേഹം മരിച്ചത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ദുബായ് മറീനയുടെ സമീപത്തുള്ള കെട്ടിടങ്ങളിലും ഇന്നലെ രാത്രിയോടുകൂടി മിസൈലിന്റെയും അല്ലെങ്കിൽ ഡ്രോണിന്റെ ഒക്കെയും അവശിഷ്ടങ്ങൾ വീണിരുന്നു. അതിന് പിന്നാലെയൊക്കെയാണ് ഈ മരണം എന്തായാലും സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ മരണം അതൊരു പാകിസ്ഥാൻ സ്വദേശിയാണ് മരിച്ചിരിക്കുന്നത് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ കാറിൽ സഞ്ചരിക്കുകയായിരുന്നു ഇയാൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അൽബർഷ ഏരിയയിലൂടെ ഇദ്ദേഹം കാറിൽ സഞ്ചരിക്കുമ്പോൾ ഈ നിർവീര്യമാക്കപ്പെട്ട മിസൈലിന്റെയോ ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ ഈ കാറിൽ പതിച്ച് ആണ് ഇയാൾ കൊല്ലപ്പെട്ടത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും UAE സംബന്ധിച്ചിടത്തോളം ഇത് നാലാമത്തെ, ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഇത് നാലാമത്തെ സ്ഥിരീകരിച്ച മരണമാണ്. പ്രത്യേകിച്ച് UAE സംബന്ധിച്ചിടത്തോളം നാലാമത്തെ മരണമാണ് എന്ന് പറയേണ്ടി വരും. അത് വളരെ ഇന്നലെ ഒരു സാധാരണഗതിയിൽ റോഡിലൂടെ ഇത്തരത്തിൽ സഞ്ചരിക്കുന്ന ഒരാൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയും ആദ്യമായിട്ടാണ് അത്തരത്തിൽ ഒരാൾ മരിക്കുകയും ചെയ്തത്. ആദ്യം ഇയാൾ ഏഷ്യൻ സ്വദേശിയാണ് എന്നുള്ള വിവരം വന്നു. പിന്നീട് അദ്ദേഹം പാകിസ്ഥാൻ സ്വദേശിയാണ് എന്നുള്ള വിവരം കൂടി പുറത്തു വരികയായിരുന്നു. ഒപ്പം തന്നെ ഈ ആക്രമണം അവസാനിപ്പിക്കും എന്നുള്ള ഇറാന്റെ ആ ഒരു ഉറപ്പ്, അതിന് സത്യത്തിൽ മണിക്കൂറുകളുടെ ആയുസ് പോലും ഇല്ലായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഇറാൻ ആക്രമണം തുടർന്നിരുന്നു. അത് ബഹ്റൈനിലും ഒപ്പം തന്നെ UAE-യിലും അടക്കം ഇന്നലെ രാത്രി അത്തരത്തിലാണ് ആക്രമണം ഉണ്ടായത്. ഈ ആക്രമണം തുടരും എന്ന് ഇറാൻ അതിന് പിന്നാലെ തന്നെ അറിയിച്ചിരുന്നു. അബ്ബാസ് അഗാർച്ചിയുടെ ഒക്കെയും ഒരു പ്രതികരണം വന്നിരുന്നു. ഇറാന്റെ ഒരു സൗഹൃദ സന്ദേശത്തെ ട്രംപ് കൊന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇറാനെ ആക്രമിക്കാൻ അയൽരാജ്യങ്ങളെ ഉപയോഗിക്കരുത് എന്ന ഇറാന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അത് ട്രംപ് ലംഘിച്ചു എന്നുകൂടിയാണ് ഇറാൻ പറഞ്ഞു വെക്കുന്നത്. അതിന് പിന്നാലെ ഇന്ന് രാവിലെ മറ്റ് ചില ആക്രമണ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത് പ്രധാനമായിട്ടും ബഹ്റൈനിൽ നിന്നാണ്. ബഹ്റൈനിലെ മനാമയിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഒരു വീടിനും വിവിധ കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ ഉണ്ടായിരിക്കുന്നു. ആളപായമില്ല എന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ മിനാ സൽമാൻ പ്രദേശത്തും ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഏതാണ്ട് 1 മണിക്കൂർ മുൻപ് മാത്രം ബഹ്റൈനിൽ നിന്ന് വന്നത്. ഇന്നലെ ഒരു അർദ്ധരാത്രി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു അർദ്ധരാത്രിയോട് അടുത്ത് ഇവിടെ ഈ ബഹ്റൈനിൽ സൈറനൊക്കെ മുഴങ്ങിയിരുന്നു. അതിനുശേഷം ഉണ്ടായ ആക്രമണത്തിലാണ് ഇത്തരത്തിൽ ഈ ഒരു മിനാ പ്രദേശത്തും ഒപ്പം തന്നെ ഈ മിനാ സൽമാൻ പ്രദേശത്തും ഒപ്പം മനാമയിലും ആക്രമണം ഉണ്ടാവുകയും അത് ഈ മനാമയിൽ ഉണ്ടായ ആക്രമണത്തിൽ എന്തായാലും ആളുകൾ താമസിക്കുന്ന വീടിനാണ് കേടുപാടുകൾ പറ്റിയത് എന്നുള്ള കാര്യം കൂടി ഉറപ്പാണ്. തൊട്ടടുത്ത് മറ്റു ചില കെട്ടിടങ്ങൾക്കും ഇത്തരത്തിൽ കേടുപാടുകൾ ഉണ്ടായി എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷെ അത് വലിയ ഒരു ആക്രമണമായിരുന്നില്ല, അല്ലെങ്കിൽ ഈ ആക്രമണത്തിൽ ഉണ്ടായ കേടുപാടുകൾ വലുതല്ല എന്നുള്ള വിവരം കൂടിയാണ് അവിടെ നിന്നും പുറത്തു വരുന്നത്. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഇന്നലെ രാത്രിയോടുകൂടി തന്നെ വീണ്ടും ആക്രമണം വലിയ തോതിൽ ശക്തമാക്കാൻ ഈ ബഹ്റൈനൊക്കെ കേന്ദ്രീകരിച്ച് ഇറാന് സാധിച്ചിട്ടുണ്ട്. അത് വലിയ ആശങ്ക ഉയർത്തുന്ന കാര്യം കൂടിയാണ്. പ്രത്യേകിച്ച് ബഹ്റൈനിലും കുവൈറ്റിലും ഒക്കെയാണ് വലിയ തോതിൽ ആക്രമണം ഉണ്ടാവുകയും അത് പലതരത്തിൽ നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയതുമൊക്കെ അതാണ്. അപ്പോൾ എന്തായാലും ഈ കുവൈറ്റിലൊക്കെയും അടക്കം ഇത്തരത്തിൽ വലിയ ആക്രമണം ഉണ്ടാകുന്നു. ഇപ്പോൾ 20 മിനിറ്റ് മുൻപ് മാത്രം കുവൈറ്റിൽ നിന്ന് വന്ന ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് അതാണ്. ഈ വലിയ ആക്രമണം നടക്കുന്നുണ്ട്, ആക്രമണത്തെ പ്രതിരോധിക്കുകയാണ് എന്നുള്ള വിവരം അത് കുവൈറ്റിൽ നിന്നുകൂടിയൊക്കെയും വരികയാണ്. അപ്പോൾ അങ്ങനെ ഇന്നലെ നൽകിയ ഉറപ്പിന് വലിയ ആയുസ്സൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ ഒരു തരത്തിലും ഇറാൻ അത് പാലിക്കുന്നില്ല എന്നുള്ള വിവരം കൂടിയാണ് പുറത്തു വരുന്നത്. രാത്രി തുടർച്ചയായ ആക്രമണങ്ങൾ കുവൈറ്റിലും ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ സ്ഥിരീകരിച്ച വിവരങ്ങൾ തന്നെ പുറത്തു വരികയാണ്. എന്തായാലും ഇത്തരത്തിൽ ഈ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപമുള്ള ഈ എണ്ണ ടാങ്കുകളിലേക്ക് ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം കുവൈറ്റ് സ്ഥിരീകരിച്ചു പറയുന്നു. കുവൈറ്റ് ആംഡ് ഫോഴ്സ് ആണ് അത്തരത്തിൽ ഒരു വിവരം പുറത്തുവിടുന്നത്.
അത് തങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചറിന് നേരെയുള്ള ആക്രമണമാണ്. അത് നീതീകരിക്കാൻ കഴിയില്ല എന്നുകൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് 1 മണിക്കൂർ മുൻപ് മാത്രം വന്ന ഒരു വിശദീകരണമാണിത്. ആ നിലയ്ക്ക് ഇന്നലെ തുടർച്ചയായ ആക്രമണങ്ങൾ ഇറാൻ നടത്തിയിരുന്നു എന്ന് പറയണം. ബഹ്റൈനിൽ നിന്നും ഒപ്പം തന്നെ കുവൈറ്റിൽ നിന്നും UAE-യിൽ നിന്നും ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ആ നിലയ്ക്ക് ആക്രമണം വ്യാപിപ്പിക്കാൻ ഇറാൻ ശ്രമിക്കുന്നു എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. എന്തായാലും ഖത്തറിലും ഇന്നലെ രാത്രി ഇത്തരത്തിൽ ഒരു സന്ദേശമൊക്കെ നൽകിയിരുന്നു, അപായ സൂചനയൊക്കെയും നൽകിയിരുന്നു. പക്ഷെ അവിടെ നിന്നും ഈ നാശനഷ്ടങ്ങളുടെ റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലെ ആക്രമണം രാജ്യത്ത് എന്തെങ്കിലും നാശം വിതച്ചു, പ്രശ്നങ്ങൾ ഉണ്ടാക്കി, കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടായി, അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും പുറത്തു വരുന്നില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഈ പ്രദേശങ്ങളിലെല്ലാം സൗദിയിലും ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ ഉടനീളം ഈ ഇറാൻ ഇന്നലെ രാത്രിയും വലിയ തോതിലുള്ള ആക്രമണം നടത്തി എന്ന് പറയാം. അതിലൊരാൾക്ക് റോഡിലൂടെ പോയ ഒരാൾക്ക് ജീവൻ നഷ്ടമായി എന്നുള്ള കാറിൽ സഞ്ചരിക്കവേ അദ്ദേഹത്തിന്റെ കാറിലേക്ക് ഇത്തരത്തിൽ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ഒക്കെ അവശിഷ്ടങ്ങൾ വന്ന് പതിച്ച് ആക്രമണമുണ്ടായി. ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതാണ് ഇന്ന് ഏറ്റവും പ്രധാന കാഷ്വാലിറ്റി ആയിട്ടുള്ളത്. എന്തായാലും ഇന്നലെ UAE പ്രസിഡന്റ് ഒരു പ്രസ്താവനയൊക്കെയും വന്നിരുന്നു. ആക്രമിച്ചാൽ അതിനെ വെറുതെ അങ്ങ് കീഴടങ്ങി പോകുന്ന ഒരു രാജ്യമല്ല UAE എന്നുള്ളത് ശത്രുക്കൾ മനസ്സിലാക്കണമെന്നൊക്കെ അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയും ഒക്കെ ചെയ്തതാണ്. അതിന് പിന്നാലെ UAE കേന്ദ്രീകരിച്ചും ഒപ്പം തന്നെ ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ചും ആക്രമണം ഉണ്ടാകുന്നു. അയവുണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ അത് ഈ ഘട്ടത്തിലും വേണ്ട എന്നുള്ളതാണ് ഈ ഒരു തന്നെയാണ്. ഇന്നലെ ഇറാന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു ക്ഷമാപണം ഈ അയൽ രാജ്യങ്ങളായ അറബ് രാഷ്ട്രങ്ങളെ ആക്രമിച്ചതിൽ വന്നപ്പോൾ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഏതാണ്ട് കാര്യങ്ങളൊന്ന് കെട്ടടങ്ങുന്നു. പ്രത്യേകിച്ച് ഗൾഫ് രാഷ്ട്രങ്ങളിലുള്ള ആളുകൾക്കെങ്കിലും പ്രവാസികൾക്കെങ്കിലും ഒക്കെ ഒരു ആശ്വാസം തോന്നിയാണ്. പക്ഷേ US-ന്റെ പ്രതികരണം തൊട്ടു പിന്നാലെ വന്നു. ഇറാനെ കീഴടങ്ങലെന്നതായിരുന്നു ആ പരിഹസിച്ചുള്ള പ്രതികരണം. അതാണോ ഈ നിലപാട് മാറ്റത്തിന് പിന്നീടുള്ള കടുത്ത ആക്രമണങ്ങളിലേക്കും വീണ്ടും ഇറാനെ നയിച്ചത് എന്നറിയില്ല. ഏതായാലും ഇന്നലെ രാത്രിയിലും ഇപ്പോഴും ആക്രമണം തുടരുന്നു ഇറാൻ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് നേരെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.